Good morning. Today we are going to talk about definitions related to customs. Person in charge, section 2, subclause 31. As per section 2, subclause 31 of the Customs Act defines person in charge as vessel, master, aircraft, commander or pilot in charge, train conductor or guard, vehicle driver, other conveyance person in charge. Import General Manifest IGM. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഗുഡ്സിൻ്റെ വിവരങ്ങൾ അടങ്ങിയ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആ ഗുഡ്സിൻ്റെ കാരിയേഴ്സ് കസ്റ്റംസിന് സബ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ്. ഈ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റിൽ ഏതൊക്കെ ഗുഡ്സാണ് ക്യാരി ചെയ്യുക, ക്രൂവിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, യുദ്ധോപകരണങ്ങൾ അനുബന്ധമായിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്, അതല്ല എങ്കിൽ യുദ്ധോപകരണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും മെറ്റീരിയൽസ് സ്കാറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ ആ കാരിയറിലുള്ള ഗോൾഡ്, സിൽവർ അങ്ങനെയുള്ള ഐറ്റംസ്, ഇതെല്ലാം വ്യക്തമായി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റാണ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്ന് പറയുക. ഈ പറയപ്പെടുന്ന ഗുഡ്സിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡ്യൂട്ടി ചാർജ് ചെയ്യുക. IGM is a document to be filed in prescribed form with the customs by the carriers of the goods, that is the steamer agent or airlines. This document indicates the details of all the goods to be transshipped, private property of the crew and arms and ammunitions. Gold and silver should also be cleared separately respective of whether for landing, for transshipment or for being carried as same bottom cargo. സാധാരണഗതിയിൽ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് പോർട്ടിൽ എത്തി 24 മണിക്കൂറിനകം അതിൻ്റെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഈ വെസൽ പുറപ്പെടുന്നതിന് മുമ്പും ഈ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് സബ്മിറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ പ്രയർ എൻട്രി ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്ന് പറയുക. അങ്ങനെ പ്രയർ എൻട്രി ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് അപ്രൂവ് ചെയ്താൽ പോർട്ടിൽ സാധനങ്ങൾ അൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കതിൻ്റെ ഡ്യൂട്ടി കൊടുത്ത് ക്ലിയർ ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. താമസം ഒഴിവാക്കാവുന്നതുമാണ്. The IGM has to be filed within 24 hours after arrival of the ship or aircraft. However, in case of vessel, the manifest may be delivered even before the arrival of the vessel.
This is known as prior entry import general manifest. This system enables the importer to file bill of entry and get them assessed and pay duty so that the goods can take delivery soon after the unloading. ടാക്സബിൾ ഇവൻറ്റ്, അതായത് കസ്റ്റംസ് ബാരിയേഴ്സിൽ ഏത് സമയത്താണോ ഗുഡ്സ് എത്തുന്നത് എന്നും അതുപോലെ തന്നെ അതിൻ്റെ ഹോം കൺസംഷന് വേണ്ടിയിട്ടുള്ള ബിൽ ഓഫ് എൻട്രി എപ്പോഴാണോ ഫയൽ ചെയ്യുന്നത് എന്നതിനെയും ആസ്പദമാക്കിയാണ് ആ ഗുഡ്സ് ടാക്സബിൾ ഇവൻ്റ് ആകുന്നത്. അങ്ങനെ വരുന്ന ഗുഡ്സ് പല രീതിയിലാണ് ടാക്സബിൾ ഇവൻ്റ് ആവുക. ഫസ്റ്റ് വൺ, അറൈവൽ ഓഫ് ഗുഡ്സ് അറ്റ് ഇന്ത്യൻ കസ്റ്റംസ് പോർട്ട്. ഇന്ത്യൻ കസ്റ്റംസ് പോർട്ടിൽ ഗുഡ്സ് എത്തിച്ചേരുന്ന ടൈമിൽ ക്ലിയറൻസ് ഓഫ് ഗുഡ്സ് ഫ്രം പോർട്ട് ഫോർ ഹോം കൺസംഷൻ. പോർട്ടിൽ എത്തിച്ചേർന്ന ഗുഡ്സ് ഹോം കൺസംഷന് വേണ്ടിയിട്ട് ഡെലിവർ ചെയ്യപ്പെടുന്ന സമയത്ത് ക്ലിയറൻസ് ഓഫ് ഗുഡ്സ് ഫ്രം പോർട്ട് ടു വെയർഹൗസ്. പോർട്ടിൽ നിന്നും നേരെ വെയർഹൗസിലേക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ക്ലിയറൻസ് ഓഫ് ഗുഡ്സ് ഫ്രം വെയർഹൗസ് ഫോർ ഹോം കൺസംഷൻ. വെയർഹൗസിൽ നിന്നും നേരിട്ട് ഹോം കൺസംഷനിലേക്ക് ഡെലിവർ ചെയ്യപ്പെടുന്ന സമയത്ത് ദെൻ ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ്. ഒരു പോർട്ടിൽ നിന്നും മറ്റൊരു പോർട്ടിലേക്ക് ഗുഡ്സ് അൺലോഡ് ചെയ്യാതെ തന്നെ വീണ്ടും മൂവ്മെൻറ്റ് ആവശ്യമായി വരുന്ന ഗുഡ്സാണ് ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം വൺ പോർട്ട് ടു അനദർ പോർട്ട്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് മീൻസ് ഫർദർ മൂവ്മെൻറ്റ് ഇൻ ദി സെയിം കൺവെയൻസ് വിത്തൗട്ട് എനി അൺലോഡിംഗ് ഓഫ് ഗുഡ്സ്. ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ഗുഡ്സ് from one port to another port. Goods in transshipment means unloaded goods reloaded on another conveyance for further movement. അൺലോഡ് ചെയ്ത ഗുഡ്സ് റീലോഡ് ചെയ്തു, അതിന് അങ്ങനെ ഫർദർ മൂവ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഗുഡ്സാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. റീലോഡഡ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ ഫർദർ മൂവ്മെൻറ്റിന് മറ്റ് കൺവെയൻസും ആവശ്യമായിട്ട് വരാം. ടാക്സ് ഇന്ത്യൻ കസ്റ്റംസ് വാട്ടേഴ്സ് സെക്ഷൻ 2 സബ്സെക്ഷൻ 28, അതായത് ഇന്ത്യയുടെ ഉൾക്കടലിൻ്റെ ദൂരപരിധി എവിടെ വരെ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലോസാണ് ഇത്. അത് ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, കോണ്ടിനെൻ്റൽ ഷെൽഫ്, എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്നുള്ളതിൻ്റെ ചില ലിമിറ്റുകൾ പറയുന്നുണ്ട്. അതോടൊപ്പം അതിൻ്റെ കോണ്ടിഗോസ് സോണിൻ്റെ ലിമിറ്റ് വരെയുള്ള ഉൾക്കടലിൻ്റെ ഭാഗത്തെയാണ് ഇന്ത്യൻ കസ്റ്റംസ് വാട്ടേഴ്സ് എന്ന് പറയുക. ഇന്ത്യൻ കസ്റ്റംസ് വാട്ടേഴ്സ് മീൻസ് ദ വാട്ടേഴ്സ് എക്സ്റ്റെൻഡിങ് ഇൻ ടു ദ സീ അപ് ടു ദി ലിമിറ്റ് ഓഫ് കോണ്ടിഗോസ് സോൺ ഓഫ് ഇന്ത്യ അണ്ടർ സെക്ഷൻ 5 ഓഫ് ദി ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, കോണ്ടിനെൻ്റൽ ഷെൽഫ്, എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ and other maritime zones act 1976 and includes any bay, gulf, harbor, creek or tidal river. ലാൻഡ് കസ്റ്റംസ് സ്റ്റേഷൻ, അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സോ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സോ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കസ്റ്റംസ് സ്റ്റേഷനെയാണ് ലാൻഡ് കസ്റ്റംസ് സ്റ്റേഷൻ എന്ന് പറയുക. ദ ബോർഡ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ് അപ്പോയിന്റ് ദ പ്ലേസസ് വിച്ച് അലോൺ ഷാൽ ബി ലാൻഡ് കസ്റ്റംസ് സ്റ്റൺ ഫോർ ദി clearance of goods imported or to be exported by land or
inland water, or any class of such goods. Proper officer, അതായത് കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓഫീസേഴ്സിനെയാണ് പ്രോപ്പർ ഓഫീസേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. Proper officer in relation to any functions to be performed under this act means the officer of customs who is assigned those functions by the board or the principal commissioner of customs or commissioner of customs. Stores. അതായത് കാർഗോയുമായി ലോങ് ട്രിപ്പ് പോകുമ്പോൾ അതിന് ആവശ്യമായി വരുന്ന സ്പെയർ പാർട്സും മറ്റ് എക്യുപ്മെൻറ്റ്സും അത് അതിൻ്റെ ഫിറ്റിങ്ങിനോ മറ്റനുബന്ധമായ കാര്യങ്ങൾക്കോ വേണ്ടിയാകാം. അങ്ങനെയുള്ള ഐറ്റത്തെയാണ് സ്റ്റോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സ്റ്റോഴ്സ് മീൻസ് ഗുഡ്സ് ഫോർ യൂസ് ഇൻ എ വെസൽ ഓർ എയർക്രാഫ്റ്റ് ആൻഡ് ഇൻക്ലൂഡ്സ് ഫ്യൂവൽ ആൻഡ് സ്പെയർ പാർട്സ് ആൻഡ് other articles of equipment whether or not for immediate fitting. സ്മഗ്ലിംഗ്, ഇംപ്രോപ്പർ ആയിട്ടുള്ള എക്സ്പോർട്ടിനെയോ ഇമ്പോർട്ടിനെയാണ് നമ്മളവിടെ സ്മഗ്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അത് തീർച്ചയായിട്ടും ജപ്തി ചെയ്ത് എടുക്കുന്നതിനുള്ള അധികാരം കസ്റ്റംസിന് ഉണ്ട്. Smuggling in relation to any goods means any act or omission which will render such goods liable to confiscation. The action of taking or seizing someone's property with authority under section 111 confiscation of improperly imported goods or section 113 confiscation of goods attempted to be improperly exported. ടാരിഫ് വാല്യൂ, കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നതിനുള്ള എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഗുഡ്സിൻ്റെ റേറ്റുകളെയാണ് ടാരിഫ് വാല്യൂ എന്ന് പറയുക. ആ ഗുഡ്സിൻ്റെ നേച്ചർ അനുസരിച്ച് ആ ഗുഡ്സിന് എത്രമാത്രം ഏത് റേറ്റിൽ ചാർജ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് ടാരിഫ് വാല്യൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡ്യൂട്ടി ചാർജ് ചെയ്യുക. ടാരിഫ് വാല്യൂ ഇൻ റിലേഷൻ ടു എനി ഗുഡ്സ് means the tariff value fixed in respect thereof under section 14 subsection